ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും നൂറയും കൂടെ ബിഗ് ബോസിനോട് വെല്ലുവിളിക്കുകയാണ്. ബിഗ് ബോസ് ഈ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഒരു കറിവേപ്പില പോലെയാണ് എടുത്ത് പുറത്തേക്ക് കളയുന്നത്. ഞങ്ങളെ അതേപോലെ ചെയ്യരുത്. എപ്പോഴും പറയാറുണ്ട് ഇവിടെ ആണുങ്ങൾ സേഫായിട്ടാണ് നിൽക്കുന്നതെന്ന്. എപ്പോഴും ഇവിടെയുള്ള ആര്യനും അതേപോലെ തന്നെ അക്ബറും ഒക്കെ പറയാറുണ്ട് ആര്യനാണ് ഈ ബിഗ് ബോസ് വീടിൻ്റെ വിന്നറാകാൻ പോകുന്നത്, അല്ലെങ്കിൽ അക്ബർ ആയിരിക്കും, അല്ലെങ്കിൽ നെവിൻ ആയിരിക്കും, അല്ലെങ്കിൽ അനീഷേട്ടനായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. ബിഗ് ബോസിന് ഒരു കാര്യം അറിയോ? ആര്യം വേറെ ബിഗ് ബോസിനെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന്. അതും മൈക്ക് താഴെ വെച്ചിട്ട് ആരും കേൾക്കാത്തപ്പോഴാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുള്ളത്. ആര്യനും ജിസയിലും ഞാനും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൽ ഞാനത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആര്യം വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈക്കിടാതെയാണ് എന്നോട് വന്ന് പറഞ്ഞത്, നീ എന്ത് മണ്ടത്തരാണ് കാണിച്ചത്, നീ എന്തിനാണ് ആ ഒരു പ്രശ്നം ഇപ്പം ഇവിടെ എടുത്തിടാൻ തയ്യാറായത്, ഞങ്ങളിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രശ്നം നിനക്കെതിരെയാണ് വരാൻ പോകുന്നത്, ആ പ്രശ്നം നിൻ്റെ പേരിലായിരിക്കും പുറത്ത് നെഗറ്റീവ് ആവുക, കാരണം ഇവിടെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും അതിനെ അനുകൂലിച്ചായിരിക്കും വീഡിയോ പുറത്തേക്ക് ഇടുക എന്ന് തന്നെ അനുമോൾ പറയുന്നുണ്ട്. അതെന്നോട് ആരും വ്യക്തമായി പറഞ്ഞതാണ്. പിന്നെ ഇവിടെ നെവിനൊക്കെ ആണെങ്കിലും അവൻ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ലാലേട്ടനാണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളത് കണ്ട ദൃക്സാക്ഷികളാണെന്ന് ആദിലയും നൂറയൊക്കെ പറയുന്നുണ്ട്. അനുമോളോട് പറഞ്ഞപ്പോൾ ഞങ്ങളത് കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്താണെങ്കിലും ഒരു കാര്യം ഈ ആഴ്ച തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. ഈ ആഴ്ച 2 ആണുങ്ങളെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകണം. വെറും 100 ദിവസം മാത്രം ഞങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിർത്തിയാൽ മതി. കപ്പൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അനുമോളും ആദിലയും നൂറയൊക്കെ പറയുന്നുണ്ട്. 100 ദിവസം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പിറ്റേ ദിവസം പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളവർ പോലും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. എല്ലാം പെണ്ണുങ്ങൾ തന്നെയാണ് പോയിട്ടുള്ളത്. ബിഗ് ബോസ് ഞങ്ങളോട് ഈ ചതി കാണിക്കരുത്. ഞങ്ങൾ 3 പേരും മാത്രമാണ് ഇവിടെ ഉള്ളത്.